ഹായ്, ഇന്നത്തെ സെഷൻ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ആണ്. ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഇൻവേഴ്സ് ഫംഗ്ഷൻ പഠിച്ചു അല്ലേ? ഒരു ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ ആണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് എഫ് ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യുന്നത് തിരിച്ച് വൈയിൽ നിന്നും എക്സിലോട്ടായിരിക്കും. അതായത് ഡൊമെയിൻ ഓഫ് എഫ് ഈസ് ഈക്വൽ ടു എക്സും റേഞ്ച് ഓഫ് എഫ് ഈക്വൽ ടു വൈയും ആണെങ്കിൽ ഡൊമെയിൻ ഓഫ് എഫ് ഇൻവേഴ്സ് എന്തായിരിക്കും? ഇവിടെ ഡൊമെയിൻ ഓഫ് എഫ് ഇൻവേഴ്സ് വൈയും റേഞ്ച് ഓഫ് എഫ് ഇൻവേഴ്സ് എക്സും ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു വരും. ഡൊമെയിനും റേഞ്ചും മാറി വരും അല്ലേ? എഫിൻ്റെ ഡൊമെയിൻ എഫ് ഇൻവേഴ്സിൻ്റെ റേഞ്ച് ആയിരിക്കും. അതുപോലെ എഫിൻ്റെ റേഞ്ച് എഫ് ഇൻവേഴ്സിൻ്റെ ഡൊമെയിൻ ആയിരിക്കും. ഇനി ഒരു ഫംഗ്ഷന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ, അതായത് ഒരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ, എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എഫ് 1 1 1 2 ആയിരിക്കണം. എഫ് ഈസ് 1 1 ആൻഡ് 1 2. തിരിച്ച് അതുപോലെ എഫ് 1 1 1 2 ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുമോ, എന്താണ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് വരുന്നത്, ഇതൊക്കെ നമുക്ക് നോക്കാം. നെക്സ്റ്റ്, ഇൻവേഴ്സ് ഓഫ് സൈൻ ഫംഗ്ഷൻ. ഇൻവേഴ്സ് ഓഫ് സൈൻ ഫംഗ്ഷൻ്റെ ഇതുപോലെ നമ്മൾ y ഈക്വൽ ടു സൈൻ എക്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സൈൻ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ റേഞ്ച് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താ സൈൻ ഫംഗ്ഷൻ്റെ ഡൊമെയിൻ? സൈൻ എക്സിൻ്റെ ഡൊമെയിൻ ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു ആർ, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. സൈൻ എക്സിൻ്റെ ഡൊമെയിൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. റേഞ്ച് ഈക്വൽ ടു നമുക്കറിയാം സൈൻ്റെ വാല്യൂ മാക്സിമം 1ഉം മിനിമം -1ഉം ആണ്. ഈ ഒരു ഇൻ്റർവെല്ലിലാണ് സൈൻ്റെ വാല്യൂ എപ്പോഴും നമുക്ക് കിട്ടുന്നത്. ഏതൊരു വാല്യൂ എടുത്ത് നോക്കിയാലും സൈൻ്റെ വാല്യൂ -1നും 1നും ഇടയിലായിരിക്കും. മാക്സിമം വാല്യൂ 1ഉം മിനിമം വാല്യൂ -1ഉം ആയിരിക്കും. ഇവിടെ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. സൈൻ ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആകണമെങ്കിൽ അത് 1 1 1 2 ആയിരിക്കണം. ഇവിടെ സൈൻ ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആകുമോ? അതായത് ഫംഗ്ഷൻ 1 1 ആൻഡ് 1 2 ആണോ? നമുക്കറിയാം സൈൻ π/2 ഈക്വൽ ടു 1 അല്ലേ? അതുപോലെ സൈൻ 5π/2 1 ആണ്. അതായത് π/2ലും സൈൻ π/2ൻ്റെ ഇമേജും 5π/2ൻ്റെ ഇമേജ് സെയിം ആണ്. സൈൻ π/2ൻ്റെ ഇമേജും സൈൻ 5π/2ൻ്റെ ഇമേജ് സെയിം ആണ്, 1 ആണ്. അപ്പോൾ ഫംഗ്ഷൻ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും 1 1 അല്ല അല്ലേ? 1 1 ആണെങ്കിൽ ഒരു ഡൊമെയിനിൽ ഒരു എലമെൻറ്റിന് ഒരു ഇമേജ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇവിടെ ഡൊമെയിനിൽ 5/2ൻ്റെ ഇമേജും 1 ആണ്, 5π/2ൻ്റെ ഇമേജും 1 ആണ്. അതായത് ഇമേജ് രണ്ടെണ്ണത്തിൻ്റെ ഇമേജും ഒന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഫംഗ്ഷൻ 1 1 അല്ല. ഇനി ഈ സൈൻ ഫംഗ്ഷൻ നമുക്കപ്പം സൈൻ ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആകണമെങ്കിൽ ഇതിൻ്റെ ഡൊമെയിൻ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്താൽ മതി. ഫുൾ ഡൊമെയിൻ R എന്നുള്ള ഫുൾ ഡൊമെയിൻ നമ്മളിന്ന് റെസ്ട്രിക്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സൈൻ ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആകും. അതായത് ഞാനൊരു ഡൊമെയിൻ റെസ്ട്രിക്റ്റ് ചെയ്ത് ഒരു ഡൊമെയിൻ പറയാം, -π/2 π/2. ഈ ഡൊമെയിനിൽ സൈൻ ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആണെന്ന് കാണാൻ പറ്റും. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സൈൻ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഒന്ന് കാണിക്കാം. അപ്പോൾ കൂടുതൽ പെട്ടെന്ന് മനസ്സിലാകും. ഗ്രാഫ് ഓഫ് y ഈക്വൽ ടു സൈൻ എക്സ്, ഇതാണ് സൈൻ ഫംഗ്ഷൻ്റെ ഗ്രാഫ്. സൈൻ ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ നമ്മൾ +1ൽ പഠിച്ചതാണ്. ഒരു സെഷനിൽ ഗ്രാഫ് ഓഫ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്നുള്ളൊരു സെഷൻ ഉണ്ട്. അതിനകത്ത് സൈൻ ഫംഗ്ഷൻ്റെയും കോസ് ഫംഗ്ഷൻ്റെയും ടാൻ ഫംഗ്ഷൻ്റെയും ഒക്കെ ഗ്രാഫ് വരയ്ക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, കണ്ടോ? ഈ ഫംഗ്ഷൻ 1 1 അല്ലെന്ന് കാണുന്നത് ഇവിടെ നോക്കിയൊക്കെ 1 π/2ൻ്റെ ഇമേജും 1 ആണ്. ഇതാണ് 1 എന്നുള്ള പോയിന്റ്. അതുപോലെ 5π/2ൻ്റെ ഇമേജും 1 ആണ് അല്ലേ? പിന്നെ ഇവിടെ വരുന്നുണ്ട് 1 -3π/2ൻ്റെ ഇമേജും 1 ആണ്. അപ്പോൾ കൂടുതൽ കുറേ ഇതാണ് ഡൊമെയിൻ എക്സിൽ കുറേ വാല്യൂസിന്
വൈയിൽ 1 എന്നുള്ള വാല്യൂ ഇമേജ് ആയിട്ട് വരുന്നുണ്ട്. ഫംഗ്ഷൻ 1 1 അല്ലെന്ന് മനസ്സിലാവും. പക്ഷേ നമുക്കിതൊന്ന് ഇതിൻ്റെ ഡൊമെയിൻ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്ത് നോക്കാം. അതായത് ഞാൻ എടുത്തിരിക്കുന്ന റേഞ്ച് -π/2 π/2 എന്നാണ്. -π/2 മുതൽ, അതായത് ഇവിടെ മുതൽ π/2 വരെ. നോക്കിക്കേ, ഇത്രയും ഭാഗത്ത് ഫംഗ്ഷൻ 1 1 ആണ്. കാരണം ഇവിടെ എക്സിൽ ഏത് വാല്യൂ എടുത്താലും ഒരേ ഒരു ഇമേജ് നമുക്ക് കിട്ടുള്ളൂ അല്ലേ. ഇവിടുത്തെ വാല്യൂവിന് ഒരു ഇമേജ് ഇവിടെ വേറൊരു വാല്യൂ എടുത്താൽ അതിൻ്റെ ഇമേജ് ഇവിടെ. അങ്ങനെ ഏത് വാല്യൂ ഇത്രയും ഭാഗത്ത് എക്സിൽ ഏത് വാല്യൂ എടുത്താലും വൈയിൽ ഒരേ ഒരു ഇമേജേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ 1 1 ആണ്. ഈ ഡൊമെയിൻ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഭാഗത്ത് ഫംഗ്ഷൻ 1 1 ആണെന്ന് കാണാം. അപ്പം ആ ഭാഗത്ത് ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അതുപോലെ നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാവുന്ന വേറെ ഏരിയയാണ്, നോക്കിക്കേ, ഇവിടെ π/2 മുതൽ 3π/2 വരെയുള്ള പോർഷൻ. ഈ പോർഷൻ π/2 മുതൽ 3/2 വരെ റിപ്പീറ്റ് ചെയ്യുന്നില്ല അല്ലേ. ഫംഗ്ഷൻ 1 1 ആണ്. അതുപോലെ തിരിച്ച് ഇവിടെ ഈ സൈഡും -π/2 മുതൽ -3π/2 വരെയുള്ള പോർഷൻ. 3 പോർഷൻ കിട്ടി. ഏതൊക്കെയാണ്? ഫസ്റ്റ് പോർഷൻ ഇതാണ്, -3π/2 മുതൽ -π/2 വരെ. ഇത് ഫസ്റ്റ് പോർഷൻ. സെക്കൻഡ് പോർഷൻ 3 അല്ല, ഒരുപാട് പോർഷൻസ് ഉണ്ട്. ഇതിൽ 3 എണ്ണം ഞാൻ എഴുതുന്നത്. -π/2 മുതൽ +π/2 വരെ. നെക്സ്റ്റ് +π/2, ഇത് സെക്കൻഡ് പോർഷൻ, ഇത് തേർഡ് പോർഷൻ. നെക്സ്റ്റ് π/2 മുതൽ 3π/2 വരെ അല്ലേ. ഈ റെസ്ട്രിക്റ്റ് ചെയ്ത ഏരിയയിൽ ഇതിന് മാത്രം എടുത്താൽ ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആണ്. അങ്ങനെ ഓരോ ഇൻ്റർവെലായിട്ട് തിരിക്കുകയാണെങ്കിൽ അവിടെയെല്ലാം ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആണെന്ന് കാണാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ ഒരു പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആണെന്ന് പറയും. ഇത് ഈ ഒരു ഏരിയയ്ക്ക് പറയുന്നതാണ് പ്രിൻസിപ്പൽ ബ്രാഞ്ച്. പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ലാസ്റ്റ് സെഷനിൽ ട്രിഗണോമെട്രിക് ഇക്വേഷൻ പഠിച്ചായിരുന്നു. +1 ട്രിഗണോമെട്രിക് ഇക്വേഷൻ പഠിച്ചായിരുന്നു. ആ ട്രിഗണോമെട്രിക് ഇക്വേഷനിൽ പ്രിൻസിപ്പൽ സൊല്യൂഷനും ജനറൽ സൊല്യൂഷനും പഠിച്ചിട്ടുണ്ട്. പ്രിൻസിപ്പൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലർ ഏരിയയിലുള്ള സൊല്യൂഷൻ, പ്രിൻസിപ്പൽ സൊല്യൂഷൻ. ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ ആർ കൺസിഡർ ചെയ്യുമ്പോൾ കിട്ടുന്ന സൊല്യൂഷനാണ് ജനറൽ സൊല്യൂഷൻ. നമുക്ക് മാക്സിമം എടുക്കാവുന്ന ഇസഡിലോ ആറിലോ എവിടെയാണെന്ന് വെച്ചാൽ ഫുൾ കിട്ടുന്ന സൊല്യൂഷനാണ് ജനറൽ സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ ഈ ഓരോ ഏരിയയിലും ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടലായിട്ട് ഇതിൻ്റെ ഇൻവേഴ്സ് വരയ്ക്കുകയാണെങ്കിൽ y = sin ഇൻവേഴ്സ് എക്സിൻ്റെ ഇൻവേഴ്സ് ഇങ്ങനെ കിട്ടും. ഇതാണ് y = sin ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ്. ഇതത് തിരിഞ്ഞു വരും. നമ്മൾ ഡൊമെയിൻ എടുത്തത് ഇവിടെ റേഞ്ച് ആവും, റേഞ്ച് എടുത്തത് ഡൊമെയിൻ ആകും. അതായത് sin π/2 = 1 ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പം sin ഇൻവേഴ്സ് 1 = എന്താകും? π/2. ഇവിടെ നമുക്ക് ഡൊമെയിനാണല്ലോ π/2 എന്നുള്ള വാല്യൂ കൺസിഡർ ചെയ്യുന്നത്. റേഞ്ചിൽ കിട്ടുന്ന ആൻസർ ആണ് 1. ഇവിടെ ഡൊമെയിനിൽ 1 നും -1 നും ഇടയ്ക്ക് വരും. റേഞ്ചിൽ കിട്ടുന്ന വാല്യൂ ആണ് π/2 എന്നുള്ളത്. അതായത് സൈൻ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യുന്നത് ഇവിടെ -1 1ൽ നിന്നും തിരിച്ച് -π/2 അതായത് ഈ തന്നിരിക്കുന്ന എക്സാമ്പിളിൽ സൈൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എവിടെ നിന്ന് എങ്ങോട്ടാണ്? -π/2 നിന്ന് -1ലേക്കാണ്. -1 എന്നുള്ള റേഞ്ചിലേക്കാണെങ്കിൽ സൈൻ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് തിരിച്ചാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഗ്രാഫ് നേരെ തിരിഞ്ഞു വരുന്നത്. ഡൊമെയിനും റേഞ്ചും നേരെ ഓപ്പോസിറ്റ് ആകും. ഇനി ഈ സൈൻ ഫംഗ്ഷൻ്റെ ഗ്രാഫ് നമുക്ക് ഒന്നിച്ച് വരയ്ക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. സൈൻ ഫംഗ്ഷൻ്റെ ഗ്രാഫും സൈൻ ഇൻവേഴ്സിൻ്റെ ഗ്രാഫും ഒന്നിച്ച് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ അതൊരു ഇങ്ങനെ പോകും. ഏകദേശം വരച്ചതാണ്.
നമുക്ക് y ഈക്വൽ ടു എക്സ് എന്നുള്ളൊരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇതിനിടയിൽ കൂടെ വരയ്ക്കുന്ന ലൈനാണ് y ഈക്വൽ ടു എക്സ് അല്ലേ. എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ സെയിം. ഇപ്പോൾ 1 1 2 2 3 3 എന്നുള്ള പോയിന്റ്സ് എടുത്ത് മാർക്ക് ചെയ്താൽ കിട്ടുന്ന ഗ്രാഫായിരിക്കും ഇത് y ഈക്വൽ ടു എക്സ്. ഇങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു മിറർ y ഈക്വൽ ടു എക്സിലൊരു മിറർ വെച്ചേക്കുമെന്ന് സങ്കല്പിച്ചാൽ ഈ ഭാഗത്തെ റിഫ്ലക്ഷൻ ആയിരിക്കും നമുക്ക് ഇവിടെ വരുന്നത് അല്ലേ, അല്ലെങ്കിൽ ഇവിടുത്തെ റിഫ്ലക്ഷൻ ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. അതുപോലെ ഈ ഭാഗത്ത് റിഫ്ലക്ഷൻ വരുന്നതായിരിക്കും ഇത് സെയിം ഇത് റിഫ്ലക്റ്റ് ചെയ്ത് സെയിം ഭാഗത്ത് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്ത് നമുക്ക് കാണാം. അത് മൊത്തത്തിൽ നോക്കിയാണ് നമുക്ക് എന്ത് പറയാം, ഈ സൈൻ ഫംഗ്ഷന് സൈൻ ഇൻവേഴ്സ് ഫംഗ്ഷന് അത് ഒന്നൊന്നിൻ്റെ റിഫ്ലക്ഷൻ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ സൈൻ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുകയാണെങ്കിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു ഐഡിയ കിട്ടും. അതിനുവേണ്ടിയാണ് ഗ്രാഫ് ഒന്ന് മനസ്സിലാക്കുന്നത്. നെക്സ്റ്റ് കോസ് ഫംഗ്ഷനാണ് y ഈക്വൽ ടു ഗ്രാഫ് ഓഫ് y ഈക്വൽ ടു കോസ് എക്സ്. ഇവിടെ കോസ് എക്സിൻ്റെ ഡൊമെയിൻ, കോസ് ഫംഗ്ഷൻ്റെ ഡൊമെയിൻ നമുക്കറിയാം, ഡൊമെയിൻ ഈക്വൽ ടു ആറും റേഞ്ച് ഈസ് ഈക്വൽ ടു -1 1 സെയിം ആണ്. സൈൻ ഫംഗ്ഷൻ്റെ പോലെ തന്നെയാണ് കോസ് ഫംഗ്ഷൻ്റെ ഡൊമെയിനും റേഞ്ചും. ആർ എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. ഇവിടെയും ഫംഗ്ഷൻ 1 1 അല്ലെന്ന് നമുക്ക് മനസ്സിലാവും. ഈ ഗ്രാഫ് നോക്കിയാൽ മതി, 1 1 1 2 അല്ല. അതിൻ്റെ റീസൺ ഇതാണ്. ഇവിടെ നോക്കിക്കേ, കോസ് ഓഫ് 2π 1 ആണ്. പിന്നെ ഏതാ 1 വരുന്നത്, കോസ് 0 1 ആണ് അല്ലേ. ഇന്നെടുത്ത് ഇങ്ങോട്ട് വരുവാണെങ്കിൽ വീണ്ടും ഇവിടെ വരുമ്പോൾ കോസ് ഓഫ് -2π 1 ആണ്. അപ്പം 1 എന്നുള്ളൊരു ഫംഗ്ഷനിലോട്ടാണ് ഇതെല്ലാം മാപ്പ് ചെയ്യുന്നത്. 1 എന്നുള്ളൊരു വാല്യൂയിലോട്ടാണ് എല്ലാം മാപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫംഗ്ഷൻ 1 1 അല്ല. പക്ഷെ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഏരിയ ഒന്ന് ഡൊമൈൻ്റെ ഏരിയ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫംഗ്ഷൻ 1 1 ആകും. ഇവിടെ നമുക്ക് -π മുതൽ 0 വരെ, അതായത് -π മുതൽ 0 വരെയുള്ള ഫംഗ്ഷൻ മാത്രം എടുക്കുകയാണെങ്കിൽ ഫംഗ്ഷൻ 1 1 ആൻഡ് 1 2. ഡൊമൈൻ -π മുതൽ π വരെ, ഡൊമൈൻ -π മുതൽ π വരെ, റേഞ്ച് -1 to 1 എടുക്കുകയാണെങ്കിൽ ഫംഗ്ഷൻ 1 1 ആൻഡ് 1 2 ആണ്. അതുപോലെ അടുത്ത റീജിയൻ ഇത് 0 മുതൽ ഇത് π വരെയാണ്. 0 മുതൽ, ഇതാണ് 0 എന്നുള്ള പോയിന്റ്, 0 മുതൽ π വരെ, 0 to π ഉള്ള ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ അത് 1 1 ആൻഡ് 1 2 ആണെന്ന് കാണാം. അതുപോലെ നെക്സ്റ്റ് പാർട്ട് ഇവിടെ π മുതൽ 2π വരെ. ഇതിനെന്ന് എഴുതിയാൽ -π to π ഓർ ഏതെങ്കിലും ഭാഗത്ത് ഏതെങ്കിലും ഒരു ഭാഗം മാത്രം എടുക്കുകയാണെങ്കിൽ അവിടെ ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആണ്. -π 0 ആണ്. -π 0 0 π നെക്സ്റ്റ് π 2π. സൈൻഡ് ചെയ്തതുപോലെ തന്നെ ഡൊമൈൻ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്തു. അപ്പോൾ ഈ ഭാഗത്ത് ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആണ്, ഈ പോർഷനിലും ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആണ്, ഈ പോർഷനിലും ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആണ്. 3 പോർഷൻ കാണാം. ഇനി 3 അല്ല, ഇനിയും നമുക്ക് പോർഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ ഇവിടെ ഇതുണ്ടോ, ഇങ്ങനെ കുറേ പോർഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നിച്ച് നമുക്ക് പറയാൻ പറ്റും ഈ ഓരോ റെസ്ട്രിക്റ്റഡ് ഏരിയയിൽ, അതായത് പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൽ ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആണ്. മൊത്തത്തിൽ നമുക്കപ്പോൾ കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ തിരിച്ച് ഇവിടെ നേരെ ഓപ്പോസിറ്റ് കിട്ടും. അതായത് കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമൈൻ എന്ത് വരും, കോസ് ഇൻവേഴ്സ് എക്സ് കൺസിഡർ ചെയ്താൽ ഡൊമൈൻ ഈസ് ഈക്വൽ ടു ഏതെങ്കിലും ഒരു ഏരിയ റെസ്ട്രിക്റ്റ് ചെയ്ത ഒരു ഏരിയ എടുക്കുക. ഡൊമൈൻ ഈസ് ഈക്വൽ ടു -1 1, റേഞ്ച് ഈസ് ഈക്വൽ ടു, റേഞ്ചാണ് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്ത ഏരിയയിൽ വരുന്നത് 0 π അല്ലേ. അതായത് ഈ ഡൊമൈനിൽ നിന്നും ഈ റേഞ്ചിലോട്ടുള്ള ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആണ്. കോസ് ഇൻവേഴ്സ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇതുപോലെ ടാൻ എക്സിൻ്റെ ഇൻവേർട്ടബിൾ ഫംഗ്ഷൻ നമുക്ക് കാണാം.
ടാൻ എക്സിൻ്റെ ഗ്രാഫ് ഇതാണ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഫംഗ്ഷൻ 1 1 ഓൺ 2 അല്ല, ഇവിടെ ഫംഗ്ഷൻ ഓൺ 2 ആണ്, 1 1 അല്ല. ഇവിടെ നമുക്ക് ടാൻ എക്സിൻ്റെ ഡൊമൈൻ റേഞ്ച് ഒന്ന് എഴുതി നോക്കാം. ഡൊമൈൻ ഓഫ് ടാൻ എക്സ് നമുക്കറിയാം, ഡൊമൈനിൽ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ആർ ആൻഡ് എക്സ് നോട്ട് ഈക്വൽ ടു 2n + 1 × π/2. അതായത് ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2 എക്സ് ആകാൻ പാടില്ല. കാരണം എന്താ, ടാൻ എഴുതുമ്പോൾ നമുക്കറിയാം സൈൻ ബൈ കോസ് ആണ് വരുന്നത്. സൈൻ എക്സ് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് ബൈ കോസ് ആണ്. അപ്പോൾ കോസ് എക്സിൻ്റെ വാല്യൂ 0 വരാൻ പാടില്ല. കാരണം കോസ് എക്സിൻ്റെ വാല്യൂ 0 വന്നാൽ ഫംഗ്ഷൻ സൈൻ എക്സ് ബൈ 0 നോട്ട് ഡിഫൈൻഡ് ആയി പോകും. അതുകൊണ്ടാണ് എക്സ് നോട്ട് ഈക്വൽ ടു ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2 എന്ന് പറയുന്നത്. കാരണം ഓഡ് മൾട്ടിപ്പിൾ ഓഫ് π/2ലാണ് കോസിൻ്റെ വാല്യൂ 0 ആയി പോകുന്നത്. അപ്പോൾ കോസിൻ്റെ വാല്യൂ 0 വരാൻ പാടില്ല. ടാൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ കോസിൻ്റെ വാല്യൂ 0 വരാൻ പാടില്ല. അതുപോലെ റേഞ്ച് ഈക്വൽ ടു, റേഞ്ചിൽ ഏത് വാല്യൂ വേണമെങ്കിലും വരാം. 6 ആണ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. ഇനി ഇവിടെ ഫംഗ്ഷൻ 1 1 ആക്കാൻ വേണ്ടി നമുക്ക് നോക്കിക്കേ, ഈ ഏരിയ, അതായത് ഇവിടെ നിന്ന് ഇങ്ങനെയുള്ള ഈ ഒരു ഫംഗ്ഷൻ, ഈ ഏരിയ -π/2 to π/2, -π/2 to π/2, ഈ ഏരിയയിൽ ഫംഗ്ഷൻ 1 1 ഓൺ 2 ആണ്. അതായത് ഓപ്പൺ ഇൻ്റർവെൽ ആണ്. കാരണം ഇൻഫിനിറ്റിയിലോട്ടാണ് പോകുന്നത്. കണ്ടോ, π/2 എത്തുമ്പോൾ, π/2 വരുമ്പോൾ ടാൻ ഫംഗ്ഷൻ ഇൻഫിനിറ്റിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇൻഫിനിറ്റി വരാതിരിക്കാൻ വേണ്ടിയാണ് ഡൊമൈൻ -π/2, ഓപ്പൺ ഇൻ്റർവെൽ -π/2 ടു ഓപ്പൺ ഇൻ്റർവെൽ π/2 ടു ആർ. റേഞ്ച് എന്താണ്? ആർ. ഇങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്ത ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആകും. ഇതിൻ്റെ ഇൻവേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ്, പിന്നെ ഏതാ റെസ്ട്രിക്റ്റ് ചെയ്ത് വേറെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ഇവിടെ π/2 മുതൽ ഇത് π/2 മുതൽ പോയിട്ട് 3π/2, π/2 മുതൽ 3π/2. അതുപോലെ ഇവിടെ എൻ്റെ പുറകിൽ ഇവിടെ ഈ ഭാഗത്ത് ഇങ്ങനെ ഫംഗ്ഷൻ വരും. അതായത് -3π/2 മുതൽ -π/2 വരും. അപ്പോൾ ഈ ഏരിയയിൽ ഫസ്റ്റ് ഇത്, സെക്കൻഡ് ഇത്, ഓർഡറിൽ എഴുതിയ തേർഡ് ഇത്, ഈ 3 ഏരിയയിലും ഇതുപോലെ കുറേ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഏരിയയിലെല്ലാം ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആണ്. അങ്ങനെ ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ കിട്ടും. ഇത് നേരെ തിരിയും, എക്സ് ആക്സിസും വൈ ആക്സിസും നേരെ മാറും, ഡൊമൈൻ റേഞ്ച് നേരെ തിരിയുന്നതുകൊണ്ട്. ഇനി ഇവിടെ ടാൻ ഇൻവേഴ്സ് എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എവിടെ നിന്ന് എങ്ങോട്ടാന്ന് പറയാം? ടാൻ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആറിൽ നിന്ന് ഏതെങ്കിലും ഒരു ഏരിയ കൺസിഡർ ചെയ്യാം. -π/2 to π/2 എടുത്തു, സെക്കൻഡ് ഏരിയ എടുത്തു. നമുക്കറിയാം ടാൻ π/4 എന്നുള്ള വാല്യൂ 1 ആണെന്നറിയാം. അതുകൊണ്ട് നമുക്കിവിടെ എന്ത് എഴുതാം? ടാൻ ഇൻവേഴ്സ് 1 ഈക്വൽ ടു π/4 എന്ന് എഴുതാം അല്ലേ? ടാൻ π/4ലാണ് 1 എന്നുള്ള വാല്യൂ കിട്ടുന്നത്. അപ്പോൾ തിരിഞ്ഞ് ഡൊമൈൻ റേഞ്ചും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ടാൻ ഇൻവേഴ്സ് 1, ടാൻ എവിടെയാണ് π/4 എന്നുള്ള വാല്യൂ കിട്ടുന്നത്? 1ലാണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് 1 ഈക്വൽ ടു π/4 എന്ന് എഴുതാം. ഓക്കെ, ഇതിൻ്റെ പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദി പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√2. ലെറ്റ് y ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1/√2 എന്ന് എടുക്കാം അല്ലേ? നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇതാണ്. ഇതിൽ നമുക്ക് എന്തെഴുതാം? സൈൻ y ഈസ് ഈക്വൽ ടു 1/√2 എന്ന് എഴുതാം. ഇവിടെ ഫൈൻഡ് ദി പ്രിൻസിപ്പൽ വാല്യൂ എന്നാണ് ചോദിച്ചേക്കുന്നത്. അതിൻ്റെ കാരണം എന്താണ്? കാരണം നമ്മൾ ഫുൾ ഡൊമൈനിൽ ചെയ്യുന്നില്ല, ഡൊമൈൻ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യും. അതുകൊണ്ട് സൈൻ ഇൻവേഴ്സ് വരുമ്പോൾ റേഞ്ചാണ് അപ്പോൾ റെസ്ട്രിക്റ്റ് ആയി വരുന്നത്. സൈൻ ഇൻവേഴ്സിൻ്റെ റേഞ്ച് എന്ത് വരും? ആ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്തായി മാറും? റേഞ്ച് ഓഫ് ദി പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈസ് -π/2 to π/2 വരും അല്ലേ?
നമുക്ക് ഏത് വാല്യൂലാണ് സൈൻ ഏത് വാല്യൂ വരും, സൈൻ വൈക്ക് ഏത് വാല്യൂ വരുമ്പോഴാണ് സൈൻ 1/√2 കിട്ടുന്നത്? ഇതാണ് ക്വസ്റ്റ്യൻ. വൈക്ക് ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് സൈൻ വൈ 1/√2 ആകുന്നത്? ഇത് നമുക്ക് കുറേ ചെയ്തത് +1 കുറേ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. വാല്യൂസ് ഓഫ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. അതിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലാവും നമുക്ക് സൈൻ π/4 ആണ് 1/√2 അല്ലേ? ഇതൊന്ന് ഓർത്തിരിക്കാനൊരു എളുപ്പവഴിയുണ്ട്. സൈൻ്റെ 3 എണ്ണം ഓർത്തിരിക്കാം. 30, 45, 60. 1/2, 1/√2, 1/2, 1/√2, √3/2. ഇതാണ് സൈൻ്റെ വാല്യൂ. കോസ് ആകുമ്പോൾ നേരെ തിരിഞ്ഞു വരും. ഇവിടെ √3/2, 1/√2, 1/2. ഇത് ഇങ്ങോട്ട് എഴുതിയാൽ മതി. ഓക്കെ. അപ്പോൾ ഇവിടെ 1/√2 ആണ്. 1/√2 എന്ന് പറഞ്ഞാൽ 45, അതായത് π/4 ആണ് 45. നമുക്ക് പെട്ടെന്ന് ഓർത്ത് എടുക്കാൻ പറ്റും 1/√2 കാണുമ്പോൾ അത് സൈൻ π/4 ആണെന്ന്. അപ്പോൾ സൈൻ π/4ലാണ് 1/√2 എന്നുള്ള വാല്യൂ വരുന്നത്. അപ്പോൾ എന്താ എഴുതാം? പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് നമ്മുടെ ക്വസ്റ്റ്യൻ അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ആണ് അല്ലേ? പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/√2 ഈക്വൽ ടു π/4 എന്ന് കിട്ടും. കാരണം സൈൻ π/4ലല്ലേ 1/√2 എന്നുള്ള വാല്യൂ കിട്ടുന്നത്. അതുകൊണ്ട് പ്രിൻസിപ്പൽ വാല്യൂ സൈൻ ഇൻവേഴ്സ് 1/√2 എന്ത് കിട്ടും? π/4 ആണെന്ന് കിട്ടും. ഓക്കെ. ഇതുപോലെ ഒരു പ്രോബ്ലം കൂടി നോക്കാം. ഫൈൻഡ് ദി പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് ഓഫ് √3/2. എപ്പോഴും പ്രിൻസിപ്പൽ വാല്യൂ കാണാനായിട്ട് ചോദിക്കുകയുള്ളൂ. മൊത്തത്തിൽ നമുക്കറിയാം ഇൻവേഴ്സ് ഇല്ല. നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ ആയിട്ട് ബ്രാഞ്ചായിട്ട് തിരിച്ചാണ് ഇൻവേഴ്സ് കണ്ടുപിടിച്ചത്. ഓരോ റേഞ്ച് തിരിച്ചായിട്ട്. അതുകൊണ്ടാണ് പ്രിൻസിപ്പൽ വാല്യൂ കാണാൻ ചോദിക്കുന്നത്. ഇവിടെ നമുക്ക് ഫംഗ്ഷൻ എന്തെടുക്കാം? y = കോസ് ഇൻവേഴ്സ് √3/2 എന്ന് എഴുതാം. ഇതിൽ നിന്നും കോസ് y = എന്ന് എഴുതാം √3/2. അതായത് വൈക്ക് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് കോസ് ഫംഗ്ഷൻ √3/2 ആകുന്നത്? ഇവിടെ നോക്കിക്കേ, 30 ആണ്. അതായത് π/6 ആണ് അല്ലേ? π/6 ആണ് √3/2 വരുന്നത്. അതുകൊണ്ട് സൈൻ y = √3/2 ആണെങ്കിൽ കോസ് ആണ്. കോസ് y = √3/2 ആണെങ്കിൽ കോസ് π/6 ആണ് √3/2 നമുക്കറിയാം. വൈയുടെ സ്ഥാനത്ത് π/6. അതുകൊണ്ട് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് √3/2 ഈക്വൽ ടു എന്തെന്ന് എഴുതാം? π/6. ആൻസർ π/6 എന്ന് കിട്ടും. പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് √3/2 ഈക്വൽ ടു π/6 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഗ്രാഫ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ഗ്രാഫ് കാണിച്ചു തന്നത്. ഇതുപോലെ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ഫംഗ്ഷൻ ആയിരിക്കും ചോദിക്കുക. അപ്പം ഗ്രാഫ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് ആ ഡൊമെയിനും റേഞ്ചും മാറി വരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി. ഡൊമെയിനും റേഞ്ചും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് കാണിച്ചത്. ആദ്യം നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ ഗ്രാഫ് കാണണം. കാരണം ട്രിഗണോമെട്രി ഫംഗ്ഷൻ നന്നായിട്ട് പഠിച്ചിട്ട് വേണം ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ എടുക്കാൻ. ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ ഡൊമെയിൻ റേഞ്ച് നന്നായിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് വരിക. എന്നിട്ട് ഈ പോർഷൻ നോക്കുക. അപ്പോൾ കൂടുതൽ മനസ്സിലാകും. ഓക്കെ, താങ്ക് യു.